അപ്പൊ യേശു എവിടെയായിരിക്കുന്ന ദൈവമക്കളുടെ ഉള്ളത്തിൽ, പരിശുദ്ധാത്മാവ് എവിടെയായിരിക്കുന്ന ദൈവമക്കളുടെ ഉള്ളത്തിൽ, അല്ലേ? ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ പിതാവും പുത്രനും അവിടെയുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പിതാവും പുത്രനും ഉണ്ട്, പിതാവ് ഉള്ളിടത്ത് പുത്രനും ആത്മാവും ഉണ്ട്, പുത്രൻ ഉള്ളിടത്ത് പിതാവും ആത്മാവും ഉണ്ട്. ശരിയല്ലേ? അപ്പോ ത്രിയേക ദൈവം തന്നെ എവിടെയുണ്ട്? നമ്മുടെ അകത്തുണ്ട്. 3 വിധത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലുണ്ട്. 2, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 3, 2 2 നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അപ്പോ അകത്ത് യേശു, കൂടെ യേശു, നടുവിൽ യേശു. ഇതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം. അതുകൊണ്ട് അനുഗ്രഹം വേണമോ? പഴയ നിയമത്തിലെ കെഞ്ചേണ്ട കാര്യമില്ല. ഒരു പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിക്ക് എന്തെല്ലാം അനുഗ്രഹം വേണമെന്ന് ദൈവത്തിന് അറിയാം. അത് മുഴുവൻ തന്നുകൊണ്ടിരിക്കുവാൻ അവൻ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. മറ്റേത് ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു, ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാ ദൈവം അകത്തിരിക്കുന്നു. അവന് നമുക്ക് വേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ തക്ക സമയത്ത് തരുവാൻ അവൻ മതിയായവനാണ്, മതിയായവനാണ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങളാരും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. ഈ വക കാര്യങ്ങളൊക്കെയും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ഈ ലോക ജാതികളാണ്. എന്നാൽ നിങ്ങൾക്ക് എന്താവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് തന്നുകൊള്ളാം, ഇതൊക്കെയും തന്നുകൊള്ളാം. ഈ ലോകത്തിൽ ആരെങ്കിലും ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചിട്ട് ഉണ്ണാനും ഉടുക്കാനുമുള്ള വക ഇല്ലാതെ പോയാൽ അത് ഉത്തരവാദി ഉടയവരാൻ തന്നെയാണ്. ദൈവമാർക്കെങ്കിലും കിടക്കാരനായിരിക്കുമോ? ഒരിക്കലും കിടക്കാരനായിരിക്കുകയില്ല. അപ്പൊ ചോദിക്കാം, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാതെ ഉണ്ണാനും ഉടുക്കാനുമുള്ളത് മാത്രമല്ല ഭയങ്കരമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയില്ല. നിശ്ചയമായിട്ടും കഴിയും. അതല്ലേ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാനിരിക്കുന്നത്. ഞാൻ ഇന്നാളെ ഇവിടെ തന്നെ പറഞ്ഞതായി എന്റെ ഓർമ്മയിരിക്കുന്നത്, ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ റിലയൻസിന്റെ ഓണറായിരിക്കുന്ന ജ്യേഷ്ഠൻ മുകേഷ് അംബാനി, മിത്തർ എന്ന് പറയുന്ന ഒരാള് ഇതിന് കുറച്ചു മുമ്പായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പോൾ അദ്ദേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആദാമിന്റെ കാലം മുതൽ ജാതികളും ക്രിസ്ത്യാനികളും ഇങ്ങനെ പോകുന്നതാണെങ്കിലും പോയിട്ട് 2000 കൊല്ലമായി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വർഗഭൂമിയിലുണ്ടല്ലോ. ഇപ്പോൾ ആരാ ലോകത്തിലെ കോടീശ്വരനായിരിക്കുന്നത്? ഹൈന്ദവ സഹോദരൻ മുകേഷ് അംബാനി, അല്ലെ? ഒരു ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ട് കോടീശ്വരനാകാൻ കഴിഞ്ഞില്ല? ലോകത്തിലെ ഒന്നാമത്തെ ഈ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പോയിട്ട് ക്രിസ്ത്യാനിയുടെ ദൈവം ക്രിസ്ത്യാനി അനുഗ്രഹിച്ചതിനേക്കാൾ മുകേഷിന്റെ ദൈവം മുകേഷിനെ അനുഗ്രഹിച്ചിട്ടില്ലേ? ക്രിസ്ത്യാനി എന്നുള്ളതങ്ങ് വിട്, രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ഇനി അവരെയൊക്കെ നിർമ്മിക്കുമോ? നാമതായ ക്രൈസ്തവരെ, ശരിയായ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന വേർപാട് വിശുദ്ധിയുമുള്ള ആളുകൾ ഇവരിൽ ആരെങ്കിലും ആയോ? ലോകത്തിൽ യാവുമില്ല. അപ്പൊ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, 2008 കൊല്ലക്കാലമായി ലോകത്തിലെ ഏറ്റവും വലിയ ഭൗതികമായ അനുഗ്രഹം പ്രാപിച്ചവൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഇതൊക്കെ ലോകത്തിന്റെ കണക്കാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ധനികനാക്കുകയല്ല ദൈവത്തിന്റെ പണി. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമായിരുന്നു. ഒരു പാലസ്തീൻ നാട് കർത്താവിന്റെ കാലത്തെ ഭൂമിശാസ്ത്ര മനുഷ്യയാണ് ലോകം പിടിക്കാനും ഈ പെന്തക്കോസ്ത് മുതൽ തുടങ്ങിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ പോയാൽ കിട്ടത്തില്ല. പിന്നെ എന്നതാ പറഞ്ഞേക്കുന്നത്? ഉണ്ണാനും ഉടുക്കാനുമുള്ള വക ഞാൻ തന്നുകൊള്ളാം. നിങ്ങളുടെ ആഗ്രഹം മുഴുവൻ സാധിപ്പിച്ചു തരാമെന്ന് പുതിയ നിയമത്തിൽ എന്റെ കർത്താവ് പറഞ്ഞിട്ടില്ല. നിന്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നടത്തി തരാമെന്ന് പറഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ മുഴുവൻ പുതിയ നിയമത്തിൽ നടത്തി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് എന്താണ് ആവശ്യങ്ങൾ? പഴയ നിയമത്തിൽ വേറൊരു വാക്യമുണ്ട്, ഭക്തന്മാരുടെ മരണം തിരികെറിയത് തന്റെ ഭക്തന്റെ ആഗ്രഹമൊക്കെ ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നു. അത് പുതിയ നിയമത്തിലല്ല, അത് പഴയ നിയമത്തിലാണ്. അപ്പോ അതുകൊണ്ട് അബ്രാഹാം കോടീശ്വരനായത്, ഇസ്ഹാക്ക് കോടീശ്വരനായത്, യാക്കോബ് കോടീശ്വരനായത്, അതുപോലെ എന്തോരം ആളുകൾ കോടീശ്വരന്മാരുണ്ട് പഴയ നിയമത്തിൽ, ഇല്ലേ? ഏറ്റവും വലിയ കോടീശ്വരൻ അബ്രാഹാമാണ്. പിന്നല്ലേ ഇസ്ഹാക്കിലേക്ക് പോയത്, പിന്നല്ലേ യാക്കോബിലേക്ക് പോയത്, പിന്നല്ലേ 12 മക്കളിലേക്ക് പോയത്. ഇന്നും അവർക്ക് വേണ്ടി ദൈവം പാലസ്തീൻ നാട് വെച്ചിരിക്കുകയാണ്, കനാൻ നാട് വെച്ചിരിക്കുകയാണ്. ആരെല്ലാം കയറി അവിടെ അവകാശം പറഞ്ഞിരുന്നാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ കനാൻ നാടിന്റെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതിന് വള്ളിപ്പുള്ളി തെറ്റാതെ അടിമപ്പെട്ടു പോയി. അത് വളരെ ശരിയാണ്, അത് പ്രവചനമാണ്.
അതങ്ങനെ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ സമയം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും ജീവനും ശരീരത്തിനും ആവശ്യമുള്ളതെല്ലാം തന്നുകൊള്ളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ആഗ്രഹം, ഒരു കൊച്ചു കുഞ്ഞിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്താൽ നോക്കിയാൽ ആ കൊച്ചിനെ അതിനും ഭേദം പെട്ടെന്ന് അങ്ങ് കൊന്നു കളഞ്ഞു പോകാൻ. തീപ്പെട്ടി എടുത്ത് തീ കത്തിക്കാൻ തരാം, തുണിക്ക് തീ പിടിച്ച് തരിക എന്നൊക്കെ കൊച്ചുകുട്ടി പറഞ്ഞാൽ, വിഷമിരിക്കുന്നത് എടുത്ത് തരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചാണല്ലോ പറഞ്ഞാൽ ഓർമ്മ കൊടുക്കുമോ? കാരണം ഇത് അപകടമാണെന്ന് ജനിപ്പിച്ച് അപ്പനും പ്രസവിച്ച് അമ്മയ്ക്കും അറിയാൻ മേലെ. അപ്പൊ ചോദിക്കുന്നതെല്ലാം കൊടുക്കത്തില്ല. ഈ ഒടയതപരാന്റെ മുമ്പില് ഈ കൊച്ചു കുഞ്ഞുങ്ങളെടുത്തോളം വെളിവും ബോധം ഇല്ലാത്ത നമ്മൾ ചോദിക്കണതെല്ലാം തരാൻ ഈ സ്നേഹമുള്ള അപ്പം തരുമോ? തരൂല്ല. ദോഷമുള്ളതേതാ, ദോഷമില്ലാത്തതേതാ, ഭാവിയിൽ ഗുണം വരുന്നതേതാ, ദോഷം വരുന്നതേതാ, നിന്നെ നരകത്തിലെത്തിക്കുന്നതേതാ, സ്വർഗത്തിൽ പോകുന്നതേതാന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല. അതാർക്കേ കഴിവുള്ളൂ. അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നടത്തി തരാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും, കുടുംബത്തിനുമല്ല, കൂട്ടുകുടുംബത്തിനുമല്ല, തറവാടിനുമല്ല, സഭയ്ക്കുമല്ല, പള്ളിക്കുമല്ല, പട്ടക്കാരനുമല്ല, രക്ഷിക്കപ്പെടുന്ന ഓരോ പൈതലിനും ആവശ്യമുള്ളത് മുഴുവൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാക്കോബിനെ പോലെ 12 മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും എല്ലാം കൂടെ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ 75 പേരല്ലേ? അല്ല, കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പോന്നപ്പോൾ ആ കുടുംബത്തെ അംഗങ്ങളെ പേരെത്രയാ? 75 പേര് അല്ലേ? യോസേഫിന്റെ കാലത്ത് വന്നപ്പോൾ 75 എണ്ണവും ഒരു കുടുംബത്തിലെ അംഗങ്ങളാ. നോക്കിക്കേ, യാക്കോബ് മുതൽ 12 മക്കളും ഭാര്യമാരും കുഞ്ഞുങ്ങളുമായിട്ട് അപ്പം തന്നെ ജീവനോട് എത്ര എണ്ണം ഉണ്ട് ആ കുടുംബത്തിൽ? 75 പേരുണ്ട്. ആ 75 പേര് പുതിയ നിയമത്തിൽ ഒരു കുടുംബത്തിലുണ്ടായാലും 75 പേർക്ക് മുന്നാലും കൊടുക്കാനുള്ളത് കൊടുക്കാവുന്നതാണ്. രക്ഷ വ്യക്തിപരമോ കുടുംബപരമോ സഭാപരമോ? വ്യക്തിപരമാണ്. ശിക്ഷയും സ്വർഗത്തിൽ പോകുന്നതും വ്യക്തികളായിട്ടാണ്, നരകത്തിൽ പോകുന്നതും വ്യക്തികളായിട്ടാണ്. കാര്യം കല്യാണത്തിന് മരണത്താൽ അല്ലാതെ പോകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിക്കാനുണ്ടെങ്കിലും ചത്തു കഴിയുമ്പോൾ ഈ കൈപിടുത്തം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു വരുമോ? ഭാര്യ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിലേക്ക് ആരെ എടുക്കുന്ന സിസ്റ്റം പണ്ട് കാലത്തുണ്ടായിരുന്നു. ഭാര്യയെ ചിതയിൽ കത്തിക്കുന്ന അതിന്റെ എന്താ പേര് മറന്നു, സതി അല്ലേ? അത് നിയമം പിന്നെ ഗവൺമെന്റ് തന്നെ മാറ്റിയില്ലേ? പക്ഷെ അത് ആൾക്ക് മനസ്സുണ്ടായിട്ടല്ല, നിയമത്താൽ അങ്ങനെ ആയിത്തീരുകയാണ്. എന്നാൽ ആരും ഈ കൈ പിടിച്ച് നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് എങ്ങനെ പോവോ? പോകാൻ യോഗ്യത ഉള്ളവരുടെ പോവുള്ളൂ. ഇവിടുത്തെ ബന്ധം വെച്ച് പോവോ? ഒന്നും പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉന്നത ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് ഓരോ വ്യക്തിക്കും പറഞ്ഞതെന്ന് അറിഞ്ഞാൽ 75 പേരുള്ള കുടുംബവും 75 പേര് രക്ഷിക്കപ്പെട്ടാലും 75 പേരുടെ കാര്യം ദൈവം നോക്കും. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവം ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നത് പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിലാണ് എന്ന് തന്നെയല്ല, പഴയ നിയമ ആളുകൾക്ക് ഈ ഭൂമി കത്തിക്കാനുള്ളതാണെന്ന് ബോധമില്ലായിരുന്നു. ഈ ഭൂമി കത്തിച്ചാമ്പലാക്കാൻ ഉള്ളതാണെന്ന് ബോധം കുറവായിരുന്നു. മാലാഖയ്ക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ യെശയ്യാവിന് ലേശം വെളിപ്പാട് കൊടുത്തു. അല്ലാതുള്ളവർക്ക് ഈ ആകാശഭൂമിയെ കത്തിച്ചു കളയാനുള്ളതാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. പുതിയ നിയമത്തിൽ എല്ലാവർക്കും അതറിയാം. പത്രോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ആകാശഭൂമി അതേ ദൈവത്തിന്റെ വചനത്താൽ തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാമോ, ഈ ദൈവമറ്റെന്ന് പറയുന്ന നാമോ, ഈ ഭൂമിക്കുള്ളവരല്ല, ഈ ദിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ളവരാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ പ്രസംഗിച്ച് നടന്നപ്പോൾ പറഞ്ഞു, മുഴുവൻ തുരുമ്പ് കെടുക്കുകയും കള്ളന്മാർ കൊടുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ എന്റെ ശിഷ്യന്മാരാരും നിക്ഷേപം സ്വരൂപിക്കണ്ട. മുഴുവൻ തുരുമ്പ് കെടുക്കാതെ കള്ളന്മാരിൽ നിന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ മാത്രം നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചാൽ മതി എന്ന് പറഞ്ഞത് വെറുതെ ഇവിടെ കൂട്ടിവെച്ച് കത്തിച്ചു കളയണ്ടല്ലോ എന്നോർത്ത് ഉള്ള ബുദ്ധിപദേശം പറഞ്ഞതാ. കുഞ്ഞുമക്കളെ ഇവിടെ കൂട്ടിവെച്ചാൽ കത്തിപ്പോകും. അതുകൊണ്ട് ഇവിടെ എന്റെ മക്കളാരും, പക്ഷേ അപ്പൊ നിങ്ങളുടെ ഇവിടെ ജനിക്കണ്ടേ, വളരണ്ടേ, ജീവിക്കണ്ടേ, തുണി ഉടുക്കണ്ടേ, കുടിക്കണ്ടേ, തിന്നണ്ടേ, കിടക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അതാ ഈ രാഷ്ട്രീയ ഭാഷയിൽ എന്താ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ, അത് തിന്നുക, കുടിക്കുക, ഉടുക്കുക, വാർക്കുക എന്നിങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ, ഇതെല്ലാം കുറ്റം കൂടാതെ നടത്താമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരോടും സെപ്പറേറ്റ് ആയിട്ട് അത് വരുന്നത്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കണക്ക് ഭൗതികമായ ഒരു സമത്വത്തിലല്ല അത് വരുന്നത്. ഒരേ വീട്, ഒരേ ഏക്കറേജ്, ഒരേ വിദ്യാഭ്യാസം, ഒരേ ആരോഗ്യം, ഒരേ സൗന്ദര്യം, ഇങ്ങനെയാണോ ദൈവം പറഞ്ഞത്? ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളത് ദൈവം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് വ്യക്തിപരമായി എന്ത് ചെയ്യണം? അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നമ്മൾ എന്ത് പറഞ്ഞാൽ അതിലേക്ക് പോകുന്നത്? തന്റെ ഭക്തന്മാരുടെ കാല സൂര്യനിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീതിപാതകളിൽ നടക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ദാവീദിന് അപ്പോൾ ബോധ്യം വന്നു. മാത്രമല്ല, മരണങ്ങളിൽ താഴ്വരയിൽ കൂടി നടക്കുന്ന അനുഭവത്തെയും കുറിച്ച് ബോധ്യം വന്നു. അപ്പോഴും ഭയമില്ല. ഇപ്പോൾ യഹോവ എന്തായി മാറിയിരിക്കുന്നു? എന്റെ ഇടയനായി മാറിയിരിക്കുന്നു. രോഗശൈലിയിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ രോഗത്തിന് സമയ്ക്ക് തരുന്ന ഒരു ദൈവമുണ്ട്, അല്ലേ? ഒരു ദൈവമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആരുടെയെങ്കിലും രോഗം മാറ്റിയതായി നിങ്ങൾക്ക് അറിയാമോ? എന്തോ ഒരു ആളുകളുടെ രോഗം മാറ്റി. തന്റെ രോഗം വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എന്റെ കൃപ, ഞാൻ കൂടെ ഇരുന്നാ മതിയുടെ, എന്റെ കൃപ നിനക്ക് നന്നായിട്ട് അതോടെ ഇരുന്നോടെ എന്ന് പറഞ്ഞു. അത് ഇതിനു വേണ്ടി കേട്ടാണ്, നെഗളിച്ചു പോകാതിരിപ്പാൻ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നെഗളിച്ചു പോകാതിരിപ്പാൻ, ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഏത് നിലയിലും നെഗളിച്ചു പോകാതിരിക്കുവാൻ ദൈവം ചില ശൂലങ്ങൾ തന്നു വരും. അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതിന്റെ മേലെ എന്തുകൊണ്ടാ പറഞ്ഞത്? കൃപ തന്നുകൊള്ളാമെന്നാ പറഞ്ഞത്. അങ്ങനല്ലേ? ദൈവം കൂടെ ഇരിക്കുന്ന ദൈവം. അതുകൊണ്ട് ആ പാട്ടിൽ ഇപ്രകാരം ഒരു അർത്ഥമുണ്ടെന്ന് 3 മാസം മുമ്പ് ഞാൻ അറിഞ്ഞെന്ന് മനസ്സിലായില്ലേ? നമ്മൾ പാട്ട് എത്ര കാണാപ്പാടം പഠിച്ച് പറഞ്ഞാലും അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് അതിനേക്കാൾ കഷ്ടമാണ്, അല്ലേ? അതിനേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ തന്നെ, പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിലെ യാഥാർത്ഥ്യം അതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റു വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇത് ആ സമയം തീർന്നിരിക്കുന്നു. ഉൽപ്പത്തി 3:19 നമുക്ക് എല്ലാവർക്കും അറിയാം. പാപം ചെയ്ത ആദാമിനും ഹവ്വയ്ക്കും ഒക്കെ ദൈവം അതിന്റെ എന്താ ശാപങ്ങൾ ശിക്ഷകളും ഒക്കെ കൊടുക്കുമ്പോൾ പറയുന്നുള്ള 3:19 നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. അതിനോട് എന്നാ പറഞ്ഞേ? നിന്നെ എവിടെ നിന്ന് എടുത്തതാ? നിലത്തെ കുടിയിൽ നിന്ന് നിന്നെ എടുത്തതാ. നീ അതില് തിരികെ ചേരുന്നത് വരെയും നീ എങ്ങനെ ഉപയോഗിക്കും? മുഖത്തെ ഉയർപ്പോട്. ഏതോട്ടത്തിന്റെ വ്യവസ്ഥ അതായിരുന്നില്ല. പാപം ചെയ്തതിന് ശേഷം അപ്രകാരമാണ് പറഞ്ഞത്. നിന്നെ നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ എങ്ങോട്ട് തന്നെ ചേരും? നിലത്തെ പൊടിയിലേക്ക് ചേരും. സങ്കീർത്തനം 90:3 ഇത് തന്നെ ആവർത്തിക്കുന്നു. സങ്കീർത്തനം 90:3. സങ്കീർത്തനം 90 എന്ന് പറയുന്നത് ഒരു ശവസംസ്കാര പ്രാർത്ഥന. ആരുടെ ശവസംസ്കാരം? ഇസ്രായേലിന്റെ ഒന്നാമത്തെ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ മഹാപുരോഹിതൻ മരിച്ചപ്പോൾ, അഹരോൻ മഹാപുരോഹിതനെ അടക്കിയപ്പോൾ അന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത് മോശയാണ്. തന്റെ അനുജനും ഇസ്രായേലിന്റെ ലീഡറുമായിരിക്കുന്ന മോശയാണ്. മോശ അടക്കിയെടുത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി 90 സങ്കീർത്തനം. അതാണ് ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയായി നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം അഹരോന്റെ ശവസംസ്കാരമാണ്. അഹരോന്റെ ശവസംസ്കാരമാണ്. ഈ സങ്കീർത്തനം എല്ലാം പാട്ടല്ലേ, അല്ലേ? ആത്മാവിൽ പാടിയതാണ്. അതിപ്പോ ഗദ്യമായിട്ടും പദ്യമായിട്ടും ആക്കാം. സങ്കീർത്തനം പാട്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആ ശവസംസ്കാര പ്രാർത്ഥനയിൽ ആണ് മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെ ആയാൽ 80 സംവത്സരം. 80 ആയാൽ അതിന്റെ പ്രയാസവും ദുഃഖവും മാത്രമേ. അത് വേഗം തീരുകയും നമ്മൾ പറന്ന് പോവുകയും ചെയ്യുന്നു. ഈ നമ്മുടെ വിഷയം 90:3 വായിച്ചേ. നീ മർത്തിനെ പൊടിയിലേക്ക് നീ മർത്തിനെ പൊടിയിലേക്ക്, പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നത് ദൈവമാകുന്നു. ഇവിടെ ദൈവം ആരെങ്കിലും എന്താണ് പറഞ്ഞത്? ദൈവം നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആ അനാദിയായും ശാശ്വതമായിട്ടുമുള്ള ദൈവം മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. വീണ്ടും വീണ്ടും പറയുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. ഏതൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, നീ നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ പൊടിയിൽ തിരികെ ചേരും, അതുവരെ നീ ഇങ്ങനെയൊക്കെ പ്രയത്നിച്ച് ജീവിക്കണമെന്ന്. ഇവിടെ പറയുക എന്താണ്? ഈ പൊടിയിലേക്ക്, മനുഷ്യപുത്രന്മാരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, പിന്നെ അവരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ മനുഷ്യനെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചതാകുന്നു എന്നും ദൈവത്തിന്റെ ജീവശ്വാസം ഊതിക്കയറ്റിയപ്പോൾ ആണ് ദേഹത്തിലേക്ക് ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉണ്ടായതെന്നും പാപത്തിന്റെ ഫലമായിട്ടുള്ള ആത്മീയ മരണം മാത്രമല്ല, പാപം ചെയ്യാതിരുന്നുവെങ്കിൽ ഇതുപോലെ നമ്മൾ മരിക്കുമായിരുന്നില്ല.
ആകയാൽ ഈ മരണവും ഈ പൊടിയിലേക്ക് മടങ്ങിച്ചേരുവാക്കുന്ന ശാരീരിക മരണവും എന്തിനു ശേഷം വന്നതാ? ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിന് ശേഷം വന്നതാ. എന്നാൽ നീ തിന്നുന്ന നാളിൽ, ഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞത് ഈ ശാരീരിക മരണമായിരുന്നില്ല, അത് നിത്യമരണം, ആത്മമരണമായിരുന്നു. എന്നാൽ എല്ലാ മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആദമിന്റെ ഔവയുടെയും പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വെച്ചാണല്ലോ അത് സംഭവിക്കുന്നത്. ആകയാൽ അപ്രകാരമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി 3:19 തന്നെ സങ്കീർത്തനം 90 മോശ പിന്നെയും എടുത്ത് അത് പറയുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഞാൻ ധൃതി വെച്ച് പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ. ഇപ്പൊ എത്ര പോയി നമ്മൾ എഴുതി? 7. ഇനിയും 5 കൂടിയുണ്ട് പഴയ നിയമം തീരാൻ. ഒരിക്കലും പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു, പഴയ നിയമ ആളുകൾ മനസ്സിലാക്കിയിരുന്നതുമായ കാര്യങ്ങൾ. ഇതങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടെ എളുപ്പമുണ്ട്. ഇത് വ്യക്തമായും ശക്തമായും തെളിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? പുതിയ നിയമത്തിലാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഇനി ഇതിന്റെ ബാക്കി ദൈവം കൃപ ചെയ്താൽ അടുത്ത ദിവസം നമുക്ക് പറഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കാം. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ. പഴയ നിയമത്തിൽ ഒരുപിടി കാര്യമുണ്ടായിരുന്നു, എന്നാൽ കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ പറഞ്ഞതുമാണ് പുതിയ നിയമസത്യം. അത് പൊരുളും മറ്റേതൊക്കെ യാഥാർത്ഥ്യവും നിഴലും ഇത് യാഥാർത്ഥ്യവുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അല്പം കൂടെ വിശദീകരിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ച ധനവാൻ, ലാസർ ധനവാൻ, മൂടനായ ധനവാൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വിഷയത്തിലേക്ക് വളരെ വേഗം നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആളുകൾക്ക് വരെയും ദൈവം തമ്പുരാൻ അവരുടെ മനസാക്ഷിയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ന്യായപ്രമാണത്തിന്റെ വചനങ്ങളിലൂടെയും എല്ലാം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരാശയമായിരുന്നു. അവരതനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസവീരന്മാരുടെ പട്ടിക ആദാം മുതൽ ആബേൽ മുതൽ ഉള്ള കാര്യങ്ങൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ് സ്നാപക യോഹന്നാൻ വരെയുള്ള ആ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ കോടീശ്വരനായ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കൽദയരുടെ ഊരിൽ നിന്ന് തേജോമയനായ ദൈവം വെളിപ്പെട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചിറക്കി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നെങ്കിലും അപ്പന്റെ നിർബന്ധത്താൽ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അപ്പനങ്ങ് താമസിച്ചു പോയി. അപ്പൻ്റെ മക്കളെ വിടുപോയില്ല, അതുപോലെ തന്നെ അപ്പൻ അവിടുന്ന് ഓടുകയില്ല. ഇങ്ങനെ ഒരു ദുരന്തം ജീവിതത്തിലുണ്ടായി. അബ്രാഹാമിനെ സാറയ്ക്കോ വിളിയുണ്ടായി. അബ്രാഹാമിനെയാണ് വിളിച്ചത്. പിന്നെ സാറയോടും ഭാര്യയോടൊപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കൂടെ ആര് പോന്നു? അപ്പം പോന്നു. അപ്പം മാത്രമല്ല, ഒരു ചേട്ടൻ മകനായ ലോത്തും കുടുംബവും കൂടെ പോന്നു. ചേട്ടൻ മരിച്ചു പോയത് കൊണ്ട് അപ്പനുണ്ടെങ്കിലും അബ്രാഹാമാണ് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. അപ്പൊ അത് നോക്കിയപ്പോൾ കൊച്ചപ്പനില്ലാതെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാകുന്നില്ല. ഇത്രയും ആളുകൾ ഇറങ്ങി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്ഷമയോടെ കേൾക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ കുടുംബത്തോടെയുള്ള ഈ എന്താ പറയുന്നത്, ഈ വിളിച്ചവനെ വിളിക്കാവുന്നതിനെ ഒരുമിച്ചുള്ള പോക്ക് ഇങ്ങ് പോകുന്നതാണ്. വിളി ആരുടെ മേലാണ് വന്നത്? അബ്രാഹാമിന്റെ. ദർശനം ആർക്കാണ് കിട്ടിയത്? ഇതേക്കുറിച്ച് സ്തേഫാനോസ് 7-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ അബ്രാഹാം ഹാരാനിൽ വന്ന് പാർക്ക് മുമ്പ് മെസൊപ്പൊത്താമിരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രാഹാം കൽദയരുടെ ഊര് വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. പിന്നെ ഹാരാനുള്ള ചരിത്രം പറയുകയാണ്. അപ്പോ കൽദയരുടെ ഊരിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട അബ്രാഹാമിനെ വിളിച്ചത്, നീ ഇത് വിട്ടോ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പൻ കൂടെ പോന്നു, സഹോദരന്റെ മകൻ ലോത്തും കുടുംബവും കൂടെ പോന്നു. തല്ലാവോ കൊല്ലാവോ തിന്നാവോ കളയാവോ എന്ത് ചെയ്യും? നമ്മളൊക്കെ പറയുന്നതൊക്കെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം, കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്. ഈ മെന്റാലിറ്റിയിൽ അവിടെ കിടന്നു. എവിടെയാ വന്നത്? ഹാരാനിൽ വന്നപ്പോൾ അബ്രാഹാം പേടകിനെന്താ കാഴ്ചപ്പാട്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന വലിയ ഒരു വ്യവസായക്കാരനാണ്. ആര്? ഒരു വ്യാപാര വ്യവസായ ലീഡറാണ്. ആര്? ഹാരാൻ. അത് ഉണ്ടാക്കാനും വിൽക്കാനും കോടികൾ ഉണ്ടാക്കാനുമായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. ഏതെന്ന് കണ്ടു? ഹാരാൻ. ആ പുള്ളി അവിടെ തമ്പടിച്ചു, മക്കളെ വിടുകയില്ല. ഈ ലോകത്തെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ
കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നതൊക്കെ ജഡരക്ത ബന്ധം വെച്ച് കഴുത്തേന് കൈയിട്ട് കൂടെ കൊണ്ടുനടന്നാൽ ഇത് വല്ലതും നമ്മ വിടിക്കോ? വിടുവോ? ഇതല്ലേ സംഭവിച്ചത്. അവസാനം അബ്രാഹാമിന് ഉള്ളി ബോധമുണ്ട്, പക്ഷേ അപ്പൻ സമ്മതിക്കത്തില്ല. അവസാനം എന്താ നമ്മൾ വായിച്ചത്? ഉൽപ്പത്തി 11-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 130-ാമത്തെ വയസ്സിൽ അബ്രാഹാമിന്റെ പിതാവായിരിക്കുന്ന തേറഹ് ഹാരാനിൽ വെച്ച് മരിച്ചതാണെങ്കിലും ഈ 130-ാമത്തെ വയസ്സിൽ ദൈവം എന്നാ ചെയ്തെന്നറിയാമോ? ദൈവം വിളിച്ചവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന അപ്പന്റെ ജീവൻ അങ്ങ് എടുത്തതാ സത്യം. അത് ഇന്നും ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇന്നാരുടെ കാര്യം ഇന്ന പോലെയാണെന്ന് പറയാൻ എനിക്ക് ആത്മാവ് വെളിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. പക്ഷെ പഴയ നിയമത്തിൽ ഒരു കാര്യമാണ്, വിളി കേട്ട് സകലതും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് അബ്രാഹാമിനെയും സാറയെയും തടഞ്ഞ തേറഹിന്റെ ജീവൻ എടുത്തിട്ട് ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എല്ലാം വിട്ട് ഓടിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ ഓടിക്കോളാതെ എന്ന് പറഞ്ഞു. അതെല്ലാം ഇട്ട് അബ്രാഹാം പോകുന്നില്ലേ? ഇല്ലേ? ഇതായിരുന്നു. എന്നിട്ട് ഈ അബ്രാഹാം ഇങ്ങനെ വന്ന് കനാൻ നാടിൽ കനാൻ നാടിലേക്ക് വന്നില്ലേ? വന്നു. അവിടെ വെച്ച് പാർട്ടീഷൻ നടത്താനായിട്ട് കൂടെ പോന്നവൻ പിന്നെ ഉടക്കിട്ടു. രണ്ടുപേർക്കും മൃഗസമ്പത്തും ദേശത്തിന് വഹിക്കാൻ വരാത്തവണ്ണം പെറ്റ് പെരുകി ദാസന്മാരും മൃഗസമ്പത്തുമായിട്ട് കനാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സഹോദരനായിരിക്കുന്ന ലോത്ത് കൂടെ പോന്നവൻ എന്ത് ചെയ്തു? ആഗോളപ്പടി നടന്നു. ഉടനെ വിളിച്ചു, ദേശത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് വെച്ച് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ എത്തിച്ച് ബാക്കി വല്ലവരെയും കൊച്ചപ്പനെ തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ എന്നാ വേറോസിൽ എഴുതിയിരിക്കുന്നത്? ആ യോർദാൻ നദിയുടെ ഈ ഇരു കരകളും നീരോട്ടമുള്ള ഫലഭൂയിഷ്ടമായ പ്രദേശം മുഴുവൻ ആരെടുത്തു? ലോകത്തെടുത്തു. അതിന്റെ ബാക്കിയുള്ളത് ആർക്ക് കൊടുത്തു? അബ്രാഹാമിന് കൊടുത്തു. ക്രിസ്ത്യാനികൾക്ക് നാളാവില്ലേ പാകുടപ്പടിക്ക് കുസ്തി പിടിക്കുന്നു. എന്നാൽ അബ്രാഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെയും മടിയിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയും നല്ല പ്രാർത്ഥിക്കും. ഇച്ചിനോടെ കട്ടി പറയട്ടെ, വേർപാടുകാരെന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ലജ്ജയില്ലേ ഈ പാകുടപ്പടിക്ക് പ്രശ്നമാണ്. ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ് നാമധേയരെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേച്ച് ഇവിടെ അവരെ കടത്തി വെട്ടി മറ്റവരെ കടത്തി വെട്ടുന്ന കേസുകളല്ലേ നടക്കുന്നു. പാർട്ടീഷൻ അപരകാരം ദേശം നിന്റെ ഭാഗിക്കുന്നു. പക്ഷെ നിനക്ക് വേണ്ടതുപോലെ എടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ കൊച്ചപ്പന് തന്നേക്കാൻ പറഞ്ഞു. ഈ ഭാഗോടമ്പടി കഴിഞ്ഞ് ലോത്ത് തെരഞ്ഞെടുത്ത് സന്തോഷത്തോടെ അവനവന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നു. അബ്രാഹാമേ എന്ന് വിളിച്ചു. എന്താ പറഞ്ഞത്? എന്റെ ഭാഗോടമ്പടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാലും നിന്റെ ജീവനെതിരല്ലോ, നിന്റെ ആഗ്രഹം എവിടെയല്ലോ. നീ അത് മുഴുവൻ അവന് കൊടുത്തില്ല, അവന് ഇഷ്ടമുള്ളത്. പക്ഷേ നീ വന്നേ അവനെ ഉയർന്ന പർവ്വത്തിൽ കൊടുക്കുന്നതിന് പറഞ്ഞു, കിഴക്കോട്ട് നോക്കട, പടിഞ്ഞാറോട്ട് നോക്കട, വടക്കോട്ട് നോക്കട, തെക്കോട്ട് നോക്കട, നോക്കി കണ്ടോണം. ഇവിടെ നിന്നുകൊണ്ട് 4 ഭാഗത്തേക്ക് നീ നോക്കി കണ്ട നിന്റെ കണ്ണാലെ കണ്ടിരിക്കുന്ന ദേശം നീ ഒരു റൗണ്ട് ചെയ്തു. ഇത് മുഴുവൻ നിനക്കും നിന്റെ സത്യതയും ശാശ്വത അവകാശമായി തരും. ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചപ്പോഴാ അബ്രാഹാം അവിടെ നിന്ന് 4 വശത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൊണ്ട് റൗണ്ട് വരച്ച സ്ഥലം അതിന് കീഴിയാ യോർദാൻ നദിയും അപ്പുറയും ഇപ്പുറയുള്ള നീരോട്ടമുള്ളത്. അത് മനസ്സിലായില്ലേ? അവൻ എടുത്തു നിർത്തോട്ടെ, അവൻ അനുഭവിക്കൂടാ വെച്ചാ പറഞ്ഞു. അത് നിനക്ക് നിന്റെ സന്തതിക്കും ഞാൻ തന്നേക്കാം. അനധികൃതമായിട്ട് നമ്മളെ ആരെങ്കിലും തട്ടിയെടുത്താൽ വിട്ടുകൊടുക്ക്. അവനെ അനുഭവിക്കാനും അനുഭവിക്കാതിരിക്കാനും കഴിയുന്ന ഒരേ നമ്പുരാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളില്ലേ? പിന്നെ എന്തിനായി വിഷമിക്കാൻ പോകുന്നത്? ഈ ഒരു പിടി മണ്ണിന് വേണ്ടി ഏത് മനുഷ്യനും മരിച്ചാൽ 6 അടി മണ്ണ്, അത് പണ്ടത്തെ കാലത്തെയാ. ഇപ്പൊ വരാൻ പോകുന്ന ഒരു പിടി ചാരം ഇപ്പൊ ദഹിപ്പിക്കാൻ പോവുക. ഈ ശവക്കോട്ട കൂടി മടുത്തു കേരളത്തിലുള്ളതല്ല. അതുകൊണ്ട് ശവക്കോട്ടയൊക്കെ മാറ്റി ഇപ്പൊ ഏത് ക്രിസ്ത്യാനി കല്യാണം കഴിച്ചാൽ രജിസ്റ്റർഭാഗം നടത്തുന്ന നിയമം വരാൻ പോവല്ലേ? വരട്ടെന്നേ. ഇനിയിപ്പം ശവക്കോട്ടയ്ക്കൊന്നും തല്ലുകൂടേണ്ട കാര്യമില്ല. ഈ കക്ഷിവഴക്കൊക്കെ നടക്കുമ്പോൾ പോലീസിന്റെ ഒന്നും വേണ്ട. കത്തിച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കത്തിച്ചാൽ ഇപ്പോൾ ഒരു പിടി ചാരവും ഒരു സമയത്തിൽ ഒരു കുഴിയുണ്ടെങ്കിൽ 1 കോടി ആളുകളെയാണ് അടക്കാൻ കഴിയും. ഇത്രയല്ലേ ചാരവുള്ളൂ. ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും പറഞ്ഞു പോകുമല്ലോ, ഇല്ലേ? ക്രിസ്ത്യാനികളും മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ പഴയ നിയമത്തിൽ ജനമായിരിക്കുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ജീവിക്കുമ്പോൾ ജാതികളെ കൊണ്ട് അടിപ്പിച്ച് പറിപ്പിച്ച് കളഞ്ഞതുപോലെ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന പേരെടുത്ത് ബന്ധക്കുസ്തിൽ ആരംഭിച്ച ഈ ക്രിസ്ത്യാനി സമൂഹം ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ജീവിച്ചാൽ ഈ ജാതികളെ കൊണ്ട്, രാജ്യങ്ങളെ കൊണ്ട്, രാഷ്ട്രങ്ങളെ കൊണ്ട്, ഇസങ്ങളെ കൊണ്ട് അടിച്ച് തകർത്ത് കളയുന്ന ഒരു ദൈവം ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നു. കാരണം ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണോ ദൈവം നമ്മെ വിളിച്ചത്? അല്ല. എബ്രായ ലേഖനത്തിൽ വന്നിട്ട് പൗലോസ് പ്രകാരം പറയുകയാണ്, അബ്രാഹാം വാഗ്ദത്തത്തിന് അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന നഗരത്തിന് വേണ്ടി അവര് കാത്തിരുന്നു.
അബ്രഹാം കനാൻ നാട്ടിൽ ഒരു വീട് പണിതില്ല, ഇസ്ഹാക്ക് കനാൻ നാട്ടിൽ ഒരു വീട് പണിതില്ല, യാക്കോബ് കനാൻ നാട്ടിൽ ഒരു വീട് പണിതില്ല. ഇവരെവിടെ താമസിച്ചെന്നാ പറയുന്നത്? കൂടാരങ്ങളിൽ. കൂടാരം വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭവനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പൗലോസ് പറയുന്ന കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിടിയല്ലാത്ത ദൈവത്തിന് ദാനമായോ നിത്യമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു, അല്ലേ എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരം പൊളിയട്ടെ, ഞങ്ങൾക്ക് ഖേദമില്ല. ഇവിടുത്തെ കൂടാരം പൊളിയട്ടെ, ഞങ്ങൾക്ക് ഖേദമില്ല. അതുകൊണ്ട് ദൈവജന അബ്രഹാമിന്റെ അനുഗ്രഹം തേടി പോകരുത്. അവന്റെ കനാൻ നാട്ടിൽ ഒരു വീട് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മണ്ണ് കട്ട കൊണ്ട് പിടിച്ച ഒരു വീട് പോലും ഇല്ലായിരുന്നു. എന്തിനാ പ്രാർത്ഥന? കൂടാരത്തിൽ. എന്നിട്ട് ഓരോ ദിവസവും ലോകത്തോട് ഏറ്റു പറയുകയാണ്, ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പടയതമ്പരാൻ ആധാരം ചെയ്ത് കൊടുത്ത മലച്ചിനാണിൽ. എന്നിട്ട് അവൻ വിളിച്ചു പറയുകയാണ്. അപ്പൊ കൊടുത്താലും മനസ്സ് അവിടെയെങ്കിലും നിൽക്കുന്നില്ല. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ഇവിടെ കിട്ടിയില്ലെങ്കിലും മനസ്സ് അവിടെ. ശരിയല്ലേ? നമ്മുടെ വീട് ഇപ്പുറം ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം അപ്പുറത്തെ അവന്റെ വീടില്ല. നമ്മുടെ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ഹൃദയം അപ്പുറത്തവന്റെ എസ്റ്റേക്കില്ല. ശരിയല്ലേ? ഇതെല്ലാം ദൈവം അറിയും. അതുകൊണ്ട് മനുഷ്യൻ എന്താണ്? മണ്ണ്. ഇതല്ലേ പറഞ്ഞത്? നിലത്തെ പൊടി കൊണ്ട് നിന്നെ നിർമ്മിച്ചു, നിലത്തെ പൊടിയിലേക്ക് നീ തിരികെ ചെയ്തു. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യൻ മണ്ണാണ്. അതുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നാം ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിന് വേണ്ടിയാണ്, അല്ലേ? അതുകൊണ്ട് നിത്യമായ വാസസ്ഥലം, പുതുവാര ഭൂമി ദൈവം നാം അവകാശമായി തരുന്നു. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. നമ്മളെക്കാളും മരണത്തെക്കുറിച്ച് അതെ പഴയ നിയമത്തിലാണെങ്കിലും ദൈവികമായ ബോധം പ്രാപിച്ച അനേക ഭക്തന്മാര് പ്രത്യാശയോടെ മരിച്ചു മാറ്റപ്പെട്ടുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധമാകും ദൈവത്തിന്റെ സഭയും ആകുന്ന നമ്മൾ വ്യക്തമായും സത്യമായും നിത്യമായും അരുളി ചെയ്തിരിക്കുന്ന ദൈവവചനങ്ങൾ ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ളപ്പോൾ എത്രത്തോളം മരണത്തെക്കുറിച്ചും ഈ ലോക ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ബോധമുണ്ടായി നമ്മൾ ജീവിക്കേണ്ടതാ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതാ. അതിനുള്ള ഒരു ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിലേക്ക് വിടേണ്ടതിനൊക്കെയും വിടുവാൻ ഇടയാകേണ്ടതിലേക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവദാസന്മാരാരെങ്കിലും എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. മരണത്തെക്കുറിച്ചും മരണ ഭയത്തെക്കുറിച്ചും മരണത്തിന്റെ താക്കോലിനെ കുറിച്ചുമൊക്കെ ഇന്നത്തെ ചിന്ത ഫൈനലല്ല കേട്ടോ. അങ്ങനെ ചിന്താക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇതിൽ തന്നെ പറയുന്ന 4-5 വാക്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് പുതിയ നിയമത്തിന്റെ വാക്യങ്ങളിലേക്ക് പറയുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത്. ആർക്കെങ്കിലും നിരാശയും ചിന്താക്കുഴപ്പവും ഉണ്ടായാൽ നിങ്ങളത് നേരിട്ട് പറയണം. അടുത്ത മറ്റേ വാക്യങ്ങൾ കൂടെ തീരുമ്പോൾ മാത്രമേ ഈ ആശയം വ്യക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനായിട്ടും ദൈവം നമുക്ക് അവസരം കൊടുക്കട്ടെ. അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നെല്ലാവരെയും ദൈവവചനം ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്നേഹിക്കപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ധനവാന്റെയും ദാസന്റെയും ജീവചരിത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് ധനവാനായ മൂഢന്റെ ഒരു ഉപമയെ സംബന്ധിച്ച് കർത്താവ് അരുളി ചെയ്ത ചില വേദഭാഗങ്ങൾ കൂടെ നമ്മളെ ചേർത്ത് ചിന്തിച്ചു.